അങ്ങോട്ട് ബാക്കിൽ ബാക്ക്. ചിയാനൂർ LP സ്കൂളിലെ മാതൃസമിതിയാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ആഗ്രഹം കൊടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇത് തയ്യാറാക്കിയതിൻ്റെ MTA വൈസ് പ്രസിഡൻറ്റും PTA പ്രസിഡൻറ്റും PTA വൈസ് പ്രസിഡൻറ്റും MTA പ്രസിഡൻറ്റും കൂടെ ഉണ്ട്. അവരോട് തന്നെ ചോദിക്കും. മോസിന, ഇത് എന്തായിരുന്നു നിങ്ങളുടെ പരിചയം? നിങ്ങൾക്ക് ഇതിനുള്ള ആശയം എവിടെ നിന്നാണ് കിട്ടിയത്? ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോയ പേരൻസ് ആണ് ഏറെ അതിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ബന്ധം വിടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ആശയം വന്നു, എല്ലാവരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഈ പ്രവേശനോത്സവത്തിൻ്റെ അന്ന് നമ്മുടെ മക്കൾക്ക്, അതും പഴമയുടെ മധുരമാണ് നമ്മളിവിടെ ഇതാക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഏറിങ് കിൻഡർ ജോയ് അതുപോലെ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ്. ശ്രുതി നമ്മുടെ MTA പ്രസിഡന്റാണ്. ഇതിൽ നിന്നുള്ള ആശയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ സഹായിച്ചത് ആരാണ്? ഇത് ആരൊക്കെ കൂടിയിട്ടാണ് സംഘടിപ്പിച്ചത്? ഇത് നമ്മളെ മിക്കവാറും ഇതിനായിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്തുള്ള നമ്മളെ ഈ സ്കൂളിൽ നിന്ന് വിട്ടു പിരിഞ്ഞ രക്ഷിതാക്കളൊക്കെയാണ്. അതിനായിട്ട് 1-2 പേരെ ഞങ്ങൾ പേര് വ്യക്താക്കണമെന്നുണ്ട്. സുമേഷ്, മൻസാദ്, അതുപോലെ പ്രസീത, നമ്മുടെ MTA പ്രസിഡൻ്റായിട്ട് കുറേ കാലം നമ്മളെ സ്കൂളിലുണ്ടായതാണ്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് മുന്നോട്ട് വെച്ചൊരു ആശയമാണിത്. പിന്നെ അതിനോടൊക്കെ ഞങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് അവരെ പിന്താങ്ങി ഞങ്ങൾ ഈ കുട്ടികൾക്ക് നമ്മളെ ഈ പഴയ കാല മിഠായികളൊക്കെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിലും കൂടെ പിന്താങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു ആശയം അത് വന്നത്. അതിനായിട്ട് അവർ മിഠായി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു വ്യത്യസ്ത അനുഭവമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഴയ ഓലമടലിലാണത്. അത് കണ്ടാൽ തന്നെ അറിയാം നമുക്കൊരു പഴമയുടെ ഒരു സൗന്ദര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പഴയ കാലത്ത് ഒരുപാട് കാലം മുമ്പേ കഴിച്ചിരുന്ന തേൻ മിഠായി, വട്ടുമിഠായി, അതുപോലെ കാരക്ക മിഠായി, അങ്ങനത്തെ മിഠായി, അതുപോലെ പമ്പരം, അതുപോലെ പുളിയച്ചാർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു പഴമയുടെ അന്തരീക്ഷം ഉണ്ടാവുക. കുട്ടികളിൽ നിന്ന് അവർക്ക് ആരോഗ്യത്തിന് ദോഷമാകുന്ന മിഠായികളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം നല്ല മിഠായികൾ കഴിക്കുക. അതിനൊരു സന്ദേശമാണ് ഇവിടുത്തെ ഈ MTA നൽകിയിട്ടുള്ളത്. ഏതായാലും വേറിട്ട പ്രവർത്തനമാണ്. ഇത് സംഘടിപ്പിച്ചവർക്കെല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും.